بسم الله الرحمن الرحيم. فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൻസാറുകളിൽപ്പെട്ട ബനൂ ഹിലാൽ ഗോത്രക്കാരുടെ അടിമയായിരുന്നു പ്രമുഖ സഹാബിവര്യനായിരുന്ന ബരീറ റളിയല്ലാഹു അൻഹു. ഏറെക്കാലത്തെ യാതനകൾക്കും വേദനകൾക്കും ഒടുവിൽ ബരീറ റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം നിയമമാക്കിയ മോചന കരാർ ഒപ്പിടുന്നതിന് വേണ്ടി തൻ്റെ യജമാനനെ സമീപിക്കുകയാണ്. 9 ഊക്കിയ വെള്ളി വിലയായി നിശ്ചയിച്ച് ഓരോ വർഷവും ഓരോ ഊക്കിയ നൽകാമെന്ന വ്യവസ്ഥയിൽ ബരീറ റളിയല്ലാഹു അൻഹു ആ മോചന കരാറിൽ ഒപ്പുവെച്ചു. ശേഷം അവർ നേരെ ബരീറ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനത്തിലാണ് വന്നത്. അവിടെ അവരുടെ ഉറ്റ കൂട്ടുകാരിയായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് വേണ്ട തുക നൽകുകയും ബരീറ റളിയല്ലാഹു തആല അൻഹയെ മോചിപ്പിക്കുകയും ചെയ്തു. സ്വതന്ത്ര എന്ന നിലയിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്ന ബരീറ അടിമയായ മുഗീസ് എന്ന അടിമയായ മനുഷ്യൻ്റെ ഭാര്യയാണല്ലോ ഞാൻ എന്ന വിഷമത്തിലായി. ഇസ്ലാം അവർക്ക് ആ വിവാഹബന്ധം തുടർന്ന് കൊണ്ടുപോകുവാനും അവസാനിപ്പിക്കുവാനും ഒരേപോലെ അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, മുഗീസിനെ അവർക്കത്ര ഇഷ്ടവുമായിരുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ആ വിവാഹബന്ധം ബരീറ റളിയല്ലാഹു തആല അൻഹ തന്നെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അവസാന ഭാഗം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിന്നും ഉദ്ധരിക്കുന്നതായി കാണാം. ഇന്ന സൗജ ബരീറ കാന അബ്ദൻ യുഖാലു ലഹു മുഗീസ്. മുഗീസ് എന്നു പേരായ അടിമയായിരുന്നു ബരീറയുടെ ഭർത്താവ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കഅന്നി അൻദുറു ഇലൈഹി യതൂഫു ഖൽഫഹാ യബ്കി. വിവാഹമോചനത്തിന് ശേഷം ബരീറ എവിടെ പോകുന്നോ അവിടെയെല്ലാം മുഗീസ് അവരെ പിന്തുടർന്നു തേങ്ങിക്കരഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടരുന്നു, വദുമൂഉഹു യസീലു അലാ ലിഹ്യതൈഹി.
അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ താടിരോമങ്ങളിലൂടെ ഒഴുകി നിലത്തിറ്റ് വീഴാറുണ്ടായിരുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു അത്രേ, അലാ തഅജബ് മിൻ ഹുബ്ബി മുഗീസിൻ ബരീറത വമിൻ ബുഗ്ളി ബരീറത മുഗീസ്. മുഗീസ് ബരീറയെ പ്രണയിക്കുന്നത് കണ്ട് ബരീറ മുഗീസിനെ വെറുക്കുന്നത് കണ്ട് താങ്കൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ആ സന്ദർഭത്തിൽ മുഗീസിൻ്റെ അവസ്ഥ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടായി. ഒടുവിൽ ബരീറയോട് റസൂൽ ചോദിക്കുന്നുണ്ട്, ലൗ റാജഅതിഹി, നിനക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൂടാ? ബരീറ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ് തഅ്മുറുനി, മുഗീസിനെ തിരിച്ചെടുക്കണമെന്ന് അങ്ങെന്നോട് പറയുന്നത് അങ്ങയുടെ കൽപ്പനയാണോ അതല്ല അങ്ങയുടെ നിർദ്ദേശമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന അഷ്ഫഅ, ഞാൻ കൽപ്പിക്കുകയല്ല, എൻ്റെ ഒരഭിപ്രായം ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല നബിയെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു വികാരമാണ് പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിട്ടും അതിന് കൃത്യമായ കാരണങ്ങളുണ്ടാവും, അതിന് പ്രേരകവും ഉണ്ടാവും. ഒരുപാട് വികാരങ്ങളുടെ സമുച്ചയമാണ് യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത്. പ്രണയത്തിൽ സ്നേഹമുണ്ടാവും, ഇണക്കമുണ്ടാവും, അടുപ്പമുണ്ടാകും, താല്പര്യവും ആകർഷണവും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇതെല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു വികാരത്തിനാണ് പ്രണയം എന്ന് പറയുന്നത്. ചിലപ്പോൾ നോട്ടത്തിൽ തന്നെ മറ്റൊരാളോട് ഒരാൾക്ക് പ്രണയം തോന്നാം. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളോട് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പ്രണയാർദ്രമായ ഒരു ബന്ധം രൂപപ്പെടാം. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രണയിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അയാളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി സദാസന്ദർഭവും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം ആ പ്രകൃതത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പ്രണയത്തിൻ്റെ അത്ഭുതകരമായ മുഖമാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ച മഹാന ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ബരീറയുടെയും മുഗീസിൻ്റെയും സംഭവത്തിൽ നാം കാണുന്നത്. തന്നെ ഉപേക്ഷിച്ച, തന്നിൽ താല്പര്യമില്ലാത്ത ആ സ്ത്രീയുടെ പിന്നാലെ വിവാഹമോചനം ചെയ്യപ്പെട്ടതിന് ശേഷവും മുഗീസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ പ്രണയത്തിൽ സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. പ്രവാചകൻ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഗീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ വർത്തമാനവും പറയുന്നില്ല എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യൻഹർ അൻ ഇഷ്ഖിഹാ ഫി ഹാദിഹിൽ ഹാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഗീസിനെ അവിടുന്ന് വിലക്കുന്നില്ല. ഇന്ന ദാലിക ഷൈഉൻ ലാ യംലികു വലാ യദ്ഖുലു തഹ്തൽ ഇഖ്തിയാർ, ഒരാൾക്കും ഉടമപ്പെടുത്താൻ കഴിയാത്ത ഒരു വികാരത്തിൻ്റെ ഭാഗമാണത് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഫഹാദിഹി ഷഫാഅത്തും മിൻ സയ്യിദി അഷ്ശുഫഹ ലിമുഹിബ്ബിൻ ഇലാ മഹ്ബൂബി, സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടെ ശുപാർശ നടത്തുന്നത്. വഹിയ മിൻ അഫ്ളലി അഷ്ശഫാഅത്ത്, ഇത് ഷഫാഅത്തുകളിൽ ഏറ്റവും നല്ല ഒന്നാണ്
എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ വിശ്വാസികളും വിശ്വാസികളല്ലാത്ത ധാരാളം ആളുകൾ, ധാരാളം കവികൾ പ്രവാചക സദസ്സിൽ കടന്നു വരാറുണ്ടായിരുന്നു. അവരുടെ കവിതകളിലൊക്കെയും അവരുടെ കാമുകിമാരെക്കുറിച്ച്, മുഹിബ്ബുകളെക്കുറിച്ച്, ആഷിക്കുകളെക്കുറിച്ച്, അഷീക്കത്തുകളെക്കുറിച്ച്, പ്രണയിനികളെക്കുറിച്ച് അവർ വർണ്ണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന മദ്ഹിൻ്റെ കവിതകൾ രചിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ബുർദ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നത് ചരിത്രപ്രസിദ്ധമായ സംഭവമാണ്. പ്രവാചകന്റെ മദ്ഹിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹം പാടിയിട്ടുള്ള വരികൾ തുടങ്ങുന്നത് ബാനസ്സുആദു ഫഖൽബി അൽയൗമ മത്ബൂലു മുതബ്ബറുൻ ഇസ്റഹാ ലം യുഫ്ദ മക്ബൂലു. അദ്ദേഹം ആരംഭിക്കുന്നത് തൻ്റെ കാമുകിയായിരുന്ന സുആദിനെ വർണ്ണിച്ചുകൊണ്ടാണ് കഅബ് ഇബ്നു സുഹൈർ തൻ്റെ കവിത ആലാപനം ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ് ബാനസ്സുആദ് അദ്ദേഹം പാടുന്നത്. സുആദ് എന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു, ഫഖൽബി അൽ യൗമ മത്ബൂലു, അവരുടെ വേർപാടിന് ശേഷം എൻ്റെ ഹൃദയം അത് അസ്ഥിരമാണ്, അത് നിലച്ചുപോയിരിക്കുന്നു, അത് നിശബ്ദമായിരിക്കുന്നു. മോചനദ്രവ്യം കയ്യിലില്ലാത്ത ബന്ദിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തുടർന്നുള്ള വരികളിൽ തൻ്റെ കാമുകിയെ ഓർത്തുകൊണ്ട് പ്രവാചക സദസ്സിൽ പ്രവാചകൻ്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രണയാർദ്രമായ അനുഭവത്തെക്കുറിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട്. തജ്ലു അവാരിളദി ദുൽമിൻ ഇബ്തസമത്, ഏത് കൂരിരുട്ടിലായാലും അവരുടെ പുഞ്ചിരി ആ കൂരിരുട്ടിനെ വകമാറ്റിക്കൊണ്ട് അതെനിക്ക് തെളിച്ചം നൽകുന്നു. കഅന്നഹു മുൻഹലും ബിർറാഹി മഅലൂലു, മദ്യം കുടിച്ചവൻ്റെ പല്ലുപോലെ വെട്ടിത്തിളങ്ങുകയാണ് അവളുടെ പല്ലുകൾ എന്നാണ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ മുമ്പിൽ വന്ന് തൻ്റെ പ്രണയിനിയെക്കുറിച്ച് അദ്ദേഹം ആലപിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകമത് ഉൾപ്പെടുന്ന ആ വരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം നൽകുക കൂടി ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രണയം എന്ന് പറയുന്ന വികാരത്തെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടുന്നത് പ്രണയം എന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള കർമ്മങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. പ്രണയത്തെക്കുറിച്ചുണ്ടാവുന്ന, അതിനെ തുടർന്നുണ്ടാവുന്ന സംസാരത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇസ്ലാം പ്രണയം എന്ന വികാരത്തെ ഒരിക്കലും എതിർക്കുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇസ്ലാം അതിൽ നിന്നും ഒരിക്കലും മുഖം തിരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വികാരത്തെ ഇസ്ലാമികമായ വിധത്തിലേക്ക് മാറ്റണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മൗനത്തിലൂടെ, നിശബ്ദമായ ആ കവിതാലാപനത്തെ കേട്ടിരിക്കുന്നതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ആരോടെങ്കിലും പ്രണയം തോന്നുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലം യുറൽ മുതഹബ്ബീൻ മിസ്ലുൻ നിക്കാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പരസ്പരം പ്രണയം തോന്നുന്ന വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് വേണ്ടത് എന്നാണ്. അവർ അവരുടേതായ രൂപത്തിൽ പ്രണയം ആഘോഷിച്ച് നടക്കുകയല്ല വേണ്ടത്. പ്രണയത്തിലുള്ള വഷളത്തരവും അതിലെ അസ്വസ്ഥതകളും നിറഞ്ഞ ഒരന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ പ്രണയത്തെ ആഘോഷിക്കേണ്ടതിന് പകരം അതിനെ നിക്കാഹിലേക്കുള്ള വഴിയാക്കി എത്രയും പെട്ടെന്ന് പരിവർത്തിക്കപ്പെടണം എന്നതായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫൈദുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇദാ നളറ റജുലുൻ ഇലാ അജ്നബിയ്യത്തിൻ
വഅഖദത് ബിമജാമിഇ ഖൽബിഹി ഫനികാഹുഹാ യൂരിസുഹു മസീദൽ മഹബ്ബ. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കണ്ടിഷ്ടപ്പെട്ടാൽ പിന്നെ വിവാഹമാണ് അവിടെ നടക്കേണ്ടുന്നത്. അത് അയാളുടെ ഇഷ്ടം വർദ്ധിപ്പിക്കും. യൂരിസുഹു മസീദൽ മഹബ്ബ, കൂടുതൽ ഇഷ്ടത്തിലേക്കാണ് അയാൾ അടുക്കുന്നത്. മുൻകഴിഞ്ഞുപോയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ പ്രണയത്തെക്കുറിച്ച് ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഫെബ്രുവരി 14 വൃത്തികേടിൻ്റെയും അല്ലെങ്കിൽ വൃത്തികെട്ട പ്രണയത്തിൻ്റെയും ആഘോഷത്തിൻ്റെ നിറക്കാഴ്ചകൾക്കിടയിൽ നിന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുൻകഴിഞ്ഞുപോയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ പ്രണയത്തെക്കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ മഹബത്ത് തുടങ്ങേണ്ടുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പ്രണയം കൊണ്ടുള്ള കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഹജർ ലാഹിരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, തൗഖുൽ ഹമാമ ഫിൽ ഉൽഫത്തി വൽ ഉല്ലാഫ്. സ്നേഹത്തിനും സ്നേഹിക്കപ്പെടുന്നവർക്ക് പരസ്പരം വായിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് റൗളത്തുൽ മുഹിബ്ബീൻ വലദ്ദത്തുൽ മുഷ്താഖീൻ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. ആധുനിക പണ്ഡിതനും മുഫസ്സിറുമായ അലി അത്തന്താവി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം മിൻ ഗസലിൽ ഫുഖഹ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രണയകാവ്യങ്ങൾ എന്ന പേരിലാണ് ആ ഗ്രന്ഥം, അതിൻ്റെ മലയാള വിവർത്തനം. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു മതവും ദർശനവുമാണ് ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും ഭാവനകളുടെ കൂടെ അല്ല ജീവിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളുടെ കൂടെയാണ് ഇസ്ലാമിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്ന വികാരത്തെ വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി അതിനെ മാനിക്കുകയും ആ വികാരത്തെ തുറന്നുവിടാതെ കൃത്യമായ അതിർവരമ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രണയം എന്ന വികാരത്തെ ദീനുൽ ഇസ്ലാം കൃത്യമായ മൂല്യങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുത്തഴിഞ്ഞ പ്രണയ ജീവിതത്തിൽ നിന്നും ഇസ്ലാം ആ പ്രണയ ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതിനെ കരിച്ചു കളയുന്നതോ നിഷിദ്ധമാക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിനെ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ സുപ്രധാനമാണ് പ്രണയത്തിൽ ഇസ്ലാം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു എന്നുള്ളത്. ബാഹ്യമായ ഏതെങ്കിലും രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾക്ക് ഒരാളോട് പ്രണയം വരേണ്ടുന്നത്. നശ്വരമായ ഗുണങ്ങളുടെയും വിശേഷണങ്ങളുടെയും എന്തെങ്കിലും കാരണത്തിലല്ല പ്രണയം വിടരേണ്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. തുൻകഹുൽ മർഅത്തു ലി അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാത്തിദ്ദീൻ. നിലനിൽക്കുന്ന പ്രണയത്തിൻ്റെ മാനദണ്ഡങ്ങളെയെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ്. ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നത് പല കാരണങ്ങളുടെ പേരിലാണ്. ചില ആളുകൾ ലിമാലിഹ, സമ്പത്ത് നോക്കിയിട്ട് ചില ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കാറുണ്ട്, പരസ്പരം പ്രണയബദ്ധരാവാറുണ്ട്. മറ്റു ചിലപ്പോൾ വലി ജമാലിഹ, സൗന്ദര്യം പരിഗണിച്ചുകൊണ്ട് ആളുകൾ പരസ്പരം ചേർന്ന് നിൽക്കാറുണ്ട്. ഇങ്ങനെ ചില നശ്വരമായ ചില മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ പരസ്പരം പ്രണയിക്കാറും സ്നേഹിക്കാറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽഫർ ബിദാത്തിദ്ദീൻ. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ അത് തീർത്തും ഭൗതികമാണ് എന്ന് മാത്രമല്ല അത് നശ്വരവുമാണ്, താൽക്കാലികമായ മാനദണ്ഡങ്ങളാണ്. സ്നേഹബന്ധങ്ങൾക്ക് ഒരു കാരണവശാലും താൽക്കാലികമായ മാനദണ്ഡങ്ങൾ അത് കാരണമാവാൻ പാടില്ല. ഫൽഫർ ബിദാത്തിദ്ദീൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആത്മീയമായിരിക്കണം പ്രണയങ്ങളുടെ മാനദണ്ഡം. രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ
സ്നേഹബദ്ധരായ രണ്ടുപേരും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിലായിരിക്കും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറയുന്നിടത്ത് അവരുടെ സ്നേഹം അള്ളാഹുവിലുള്ള സ്നേഹമായിരിക്കണം, ആത്മീയമായ മാനങ്ങളുള്ള സ്നേഹമായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നുണ്ട്. ദീനനുസരിച്ചുകൊണ്ട്, സ്വഭാവ വിശുദ്ധി ജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരിഗണനകളാണ് യഥാർത്ഥത്തിൽ പരസ്പര സ്നേഹത്തിന് മാനദണ്ഡമാക്കി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടത്തിന് പറഞ്ഞയക്കുകയാണ്. ഖദീജ പ്രവാചകനെ കച്ചവടത്തിന് പറഞ്ഞയക്കുന്നു. റസൂലിൻ്റെ പെരുമാറ്റം കണ്ട് ഖദീജ ബിവി ആകൃഷ്ടയാവുകയാണ്. തൻ്റെ ഭൃത്യയുടെ കൈവശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ ബിവി കത്തയക്കുകയാണ്. ഇന്നി ഖദ് റഅയ്തു ഫീക ലിഖറാബതിക വഅമാനതക വഹുസ്ന ഖുലുഖിക വസിദ്ഖ ഹദീസിക. താങ്കളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് മുഹമ്മദ്. എന്തുകൊണ്ട് എന്നിൽ താല്പര്യം ജനിച്ചു? അതിന് കൃത്യമായ കാരണമുണ്ട്. ലിഖറാബതിക വഅമാനതിക വഹുസ്നി ഖുലുഖിക വസിദ്ഖി ഹദീസിക. താങ്കളുടെ സത്യസന്ധതയും താങ്കളുടെ വിശ്വസ്തതയും താങ്കളുടെ സ്വഭാവ വിശുദ്ധിയും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു എന്നായിരുന്നു ആ പ്രണയ ബന്ധത്തിന് കാരണമായി ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് വേണ്ടി ഭൃത്യനോട് കത്തേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹബന്ധം തസവ്വജത്തി താഹിറത്തുൽ അഫീഫ മിനസ് സാദിഖിൽ അമീൻ. സത്യസന്ധനും വിശ്വസ്തനുമായ മുഹമ്മദ് വിശുദ്ധയും പതിവ്രതയുമായ ഖദീജയെ വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ ആ വിവാഹത്തെക്കുറിച്ച്, ആ പ്രണയബന്ധത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. പ്രണയത്തിൻ്റെ മാനദണ്ഡം അത് ഭൗതികമായിരുന്നില്ല, അനശ്വരമായ മാനദണ്ഡങ്ങളാണ് വിവാഹത്തിന്, സ്നേഹബന്ധത്തിന് വേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയായിരുന്നു. ഞാൻ ആമുഖമായി ഓതിവെച്ച ഒരായത്തുണ്ട്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്താണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് ആ മകൾ സ്വന്തം പിതാവിനോട് പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഇദ്ദേഹം വിശ്വസ്തനാണ്, ഇദ്ദേഹത്തെ നമുക്ക് കൂടെ കൂട്ടാം, ഇദ്ദേഹം ആരോഗ്യവാനാണ്. ഒന്നാലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അദ്ദേഹത്തിൽ ഒരു സ്ത്രീ ആകൃഷ്ടയാകുന്ന സന്ദർഭത്തിൽ അവർ വെച്ച മാനദണ്ഡം ഭൗതികമായിരുന്നില്ല, അത് ശാശ്വതമായ മാനദണ്ഡമായിരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. അരോഗദൃഢഗാത്രനും അമീനും വിശ്വസ്തനുമായ ആളായിരിക്കണം എന്നത് വിശുദ്ധ ഖുർആൻ വെച്ച മാനദണ്ഡമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കേട്ട്, സൗന്ദര്യം കുറവാണ് എന്ന അവഹേളനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ ചില ആളുകൾ സൗന്ദര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് ആളുകളെ സ്നേഹിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ സമ്പത്ത് മാത്രം പരിഗണിച്ചുകൊണ്ട് ആളുകളിൽ അവർ പ്രണയബദ്ധരാവാറുണ്ട്. ചില ആളുകൾ അവർക്ക് തറവാടിത്തമാണ് അവരുടെ സ്നേഹത്തിൻ്റെ മാനദണ്ഡമായി പലപ്പോഴും നോക്കാറുള്ളത്. ഇവയൊക്കെ ഭൗതികമായ മാനദണ്ഡങ്ങളാണ് എന്ന് മാത്രമല്ല, ദീൻ പഠിപ്പിക്കുന്നത് ഇത് താൽക്കാലികമായ മാനദണ്ഡമാണ്. താൽക്കാലികമായ മാനദണ്ഡങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ട സ്നേഹബന്ധം, ആ സ്നേഹബന്ധത്തിന് ഒരായുസ്സുമുണ്ടായിരിക്കില്ല എന്നതാണ് അത്തരം ബന്ധങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാം പറയുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂല്യമാണ്, വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങളുടെയും അതേപോലെ വിശുദ്ധിയുടെയും ഏറ്റവും അമൂർത്തമായ പ്രതീകമായ
അള്ളാഹുവിനെ ആയിരിക്കണം ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നാണ്. സ്നേഹത്തിൻ്റെ ദിവസങ്ങളെ തീരുമാനിക്കപ്പെടുമ്പോൾ, പ്രണയത്തിൻ്റെ ഒരു ദിവസത്തെ തന്നെ ആഘോഷിക്കപ്പെടുമ്പോൾ, ഒരു വിശ്വാസി വിശുദ്ധിയുടെയും മൂല്യത്തിൻ്റെയും അമൂർത്തമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള അള്ളാഹുവിനെ ആയിരിക്കണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത് എന്നാണ്. വിശ്വാസിയുടെ പ്രണയം ആരോട് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനോടായിരിക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അങ്ങേയറ്റത്തെ തികഞ്ഞ സ്നേഹം, പ്രണയം അള്ളാഹുവിനോടായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്നത്. സ്നേഹത്തിൻ്റെ മാനദണ്ഡം അനശ്വരമാവണമെങ്കിൽ ആ സ്നേഹത്തിന് ഏറ്റവും അർഹമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന പാഠമാണ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മറ്റെല്ലാ പ്രണയങ്ങളും അള്ളാഹുവിനോടുള്ള പ്രണയത്തിൻ്റെ ഭാഗമായി മാത്രമേ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരാവൂ, കടന്നു വരികയുള്ളൂ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രണയത്തെക്കുറിച്ചുള്ള ആമുഖം യഥാർത്ഥത്തിൽ ഈ നിലയിലാണ് ദീനുൽ ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്. പവിത്രമായ സ്നേഹബന്ധം, പരിശുദ്ധമായ സ്നേഹമാണ് വികാരം. 99ഓളം നാമങ്ങൾ സ്നേഹത്തിന് അറബി ഭാഷയിലുണ്ട് എന്നാണ്. വിവാഹബന്ധമെന്ന മഹത്തായ ആ പ്രണയബദ്ധമായ ബന്ധത്തെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നിടത്ത് പ്രണയത്തിൻ്റെ 90 വാചകങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ വാചകം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തെ പോലും പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹ ജീവിതം അതാണ്. പരസ്പരം ചേർന്ന് നിൽക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹബന്ധത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ദമ്പതികൾ, അവർക്കിടയിൽ അനശ്വര പ്രണയത്തിൻ്റെ മഹനീയമായ മാതൃക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായിരുന്നു പ്രിയപ്പെട്ട മകൾ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു തആല തമ്മിലുള്ള പ്രണയം വളരെ മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഇത്രമേൽ പ്രണയം തുടിച്ചു നിന്ന ഒരു ബന്ധം, ഇതുപോലൊരു ബന്ധം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങേയറ്റത്തെ സ്നേഹത്തിലായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹയും അലി റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും. ഖലീഫയായതിന് ശേഷം സ്വന്തം ഭർത്താവിനെ അമീറുൽ മുഅ്മിനീൻ എന്നായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അഭിസംബോധന ചെയ്തിരുന്നത്. തിരിച്ച് അലി റളിയല്ലാഹു തആല അൻഹു ഇബ്നത്ത് റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ടവളെ എന്ന അർത്ഥത്തിൽ സ്നേഹത്തോടുകൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നു. ഭാര്യയുടെ കൈപിടിച്ച് അലി റളിയല്ലാഹു തആല അൻഹു എന്നും ചുംബിക്കാറുണ്ടായിരുന്നു. അവർ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാറുണ്ടായിരുന്നു. കണ്ണിൽ നോക്കിക്കൊണ്ട് അവർ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ അമൂർത്തമായിട്ടുള്ള നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുമായിരുന്നു. പിരിഞ്ഞു പോകുമ്പോഴും ഒരിക്കലും പുറം തിരിഞ്ഞുകൊണ്ട് അവർ പരസ്പരം പിരിഞ്ഞുപോലും പോകാറുണ്ടായിരുന്നില്ല, തിരിഞ്ഞു നടക്കാറുണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അറാഖിൻ്റെ കൊള്ളി ഉപയോഗിച്ച് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട അലി റളിയല്ലാഹു തആലയുടെ ഒരു കവിതയുണ്ട്. ഹലീതി യാ ഊദൽ അറാഖി ബിസഗ്രിഹാ അമാ ഖിഫ്തി യാ ഊദൽ അറാഖി അറാക. അല്ലയോ അറാഖിൻ്റെ കഷ്ണമേ, നീ എത്ര സൗഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവാനാണ്. നീ സ്പർശിച്ചിരിക്കുന്ന അതരം പ്രിയപ്പെട്ട ഫാത്തിമയുടെ അതരത്തിലാണ് അറാഖെ നീ സ്പർശിച്ചിരിക്കുന്നത്. അമാ ഖിഫ്തി യാ ഊദൽ അറാഖി അറാക. അവളുടെ അതരങ്ങൾ സ്പർശിക്കുന്ന നീ എന്നെ എന്തേ ഭയപ്പെടുന്നില്ല. ലൗ കുന്ത മിൻ അഹ്ലിൽ ഖിതാലി ഖതൽതുകി മാ ഫാസ മിന്നി യാ സിവാകു സിവാക. നീ ജീവനുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, അറാഖെ നിനക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുമായിരുന്നു, അവളെ സ്പർശിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുമായിരുന്നില്ല എന്ന് പല്ല് തേക്കുന്ന ഫാത്തിമ ബീവിയെ കണ്ട് അലി റളിയല്ലാഹു തആല ഒരു കവിത പാടുന്നുണ്ട്. എത്ര ഹൃദ്യമായിരുന്നു, എത്ര തരളിതമായിരുന്നു, എത്ര ആഴത്തിലുള്ളതായിരുന്നു അവരുടെ പ്രണയമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഭാര്യയായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടുള്ള പ്രണയം പങ്കുവയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ കവിതയിലൂടെ ചെയ്യുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മരണശേഷം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല ഒരുപാട് കരഞ്ഞുവെന്ന് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രണയം, അതിൻ്റെ ആഴമെന്ന് പറയുന്നത് ആത്മീയമായ മാനത്തിലുള്ളതും പരിശുദ്ധവുമായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല അനശ്വരമായ പ്രണയത്തിൻ്റെ മഹനീയ മാതൃകകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഈ രണ്ട് പ്രിയപ്പെട്ടവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ പ്രണയത്തിൽ ശരീരത്തിന് പ്രസക്തിയില്ല. ഇസ്ലാമിൻ്റെ പ്രണയത്തിൽ സൗന്ദര്യത്തിന് പ്രസക്തിയില്ല. ഇസ്ലാമിൻ്റെ പ്രണയത്തിന് നിശ്ചിതമായ ദിവസമോ നിശ്ചിതമായ സമയമോ അതിന് കുറിക്കപ്പെട്ടിട്ടില്ല. ശാശ്വതമാണ്, അനശ്വരമാണ് പ്രണയം. എന്നാൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൻ്റെ കാലത്താണ് നമ്മളുള്ളത്. പടിഞ്ഞാറ് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രണയം, അത് പടിഞ്ഞാറിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അത് ഉപഭോഗത്തിൻ്റെ സംസ്കാരമാണ്. അത് ചൂയിങ്കത്തിൻ്റെ സംസ്കാരമാണ്. ഉപയോഗിക്കുക, ഉപയോഗിച്ചതിൻ്റെ ശേഷം വലിച്ചെറിയുക. പടിഞ്ഞാറ് മുന്നോട്ട് വയ്ക്കുന്ന പ്രണയത്തിൻ്റെ അടിവേരുകൾ പരിശോധിച്ചാൽ, അതിൻ്റെ പര്യവസാനങ്ങൾ പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു ചൂയിങ്കത്തിൻ്റെ സംസ്കാരമാണ്, ഉപഭോഗത്തിൻ്റെ സംസ്കാരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രണയിക്കപ്പെടുന്ന സ്ത്രീ ഇരയായി മാറുന്നു. പ്രണയിക്കുന്ന വ്യക്തി വേട്ടക്കാരനായി മാറുന്നു. ഇരയുടെ മേൽ ആക്രമണം നടത്തുന്നു. തനിക്ക് വേണ്ടതെല്ലാം വലിച്ചെടുക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങളെ ആക്രമിച്ച് അവിടെയുള്ളതെല്ലാം കൊള്ളയടിച്ചിട്ട് പോയതുപോലെ പടിഞ്ഞാറിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ പ്രണയത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ കാലത്തെ തലമുറ അതിനെ വല്ലാതെ വാരിപ്പുണരുന്നു എന്നതുകൊണ്ടാണ് അതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളും നിശ്ചിതമായ ഡേറ്റുകളും അതിന് കുറിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിന് നിശ്ചിതമായ മാനദണ്ഡങ്ങളുണ്ട് എന്ന് മാത്രമല്ല, സൗന്ദര്യം അതിൻ്റെ മാനദണ്ഡമാണ്, സമ്പത്ത് അതിൻ്റെ മാനദണ്ഡമാണ്. പ്രണയം അങ്ങാടിയിൽ കച്ചവടത്തിന് വെച്ച എന്തെങ്കിലും ഒരു ചരക്കാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരേ സമയം ഒരുപാട് ആളുകളോട് പ്രണയം തോന്നുന്ന വ്യക്തികൾ ധാരാളമുള്ള കാലം, സ്വന്തം ഭാര്യയുണ്ടായിരിക്കെ അനേകം വ്യക്തികളോട്, അനേകം സ്ത്രീകളോട് പ്രണയബദ്ധരാവുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ മാത്രം പ്രണയം തോന്നുന്നുവെങ്കിൽ, ഒരാൾക്ക് അനേകം പേരോട് പ്രണയം തോന്നുന്നുവെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിച്ച പ്രണയമല്ല, അത് ഇസ്ലാമിൻ്റെയും അപ്പുറത്താണ്, വെളിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നാം പരിചയിച്ചിട്ടുള്ള പ്രണയത്തിന് ബലിമൃഗത്തിൻ്റെ സ്ഥാനമാണുള്ളത്. തൊലിയുരിച്ച് അതിനെ കഴിച്ചതിന് ശേഷം ഉപേക്ഷിക്കുക എന്നതിനും അപ്പുറത്തേക്ക് അതിൽ യാതൊരു ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനോടുള്ള ഇഷ്ടത്തിലും അവനോടുള്ള സ്നേഹത്തിലും ഊന്നിയ ബന്ധങ്ങൾക്ക്, ആത്മീയമായ മാനദണ്ഡങ്ങളും വിശുദ്ധിയും പവിത്രതയുമുള്ള പ്രണയങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ആയുസ്സുണ്ട്. ആ ആയുസ്സിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. വിവാഹ ജീവിതത്തിലൂടെ ജീവിതം തുടങ്ങിവെച്ച ദമ്പതികൾ പരലോകത്തുകൂടി ശാശ്വതമായ സ്വർഗീയ ജീവിതത്തിൽ പോലും അവർ ഇണകളായിരിക്കും എന്ന സ്വർഗത്തോളം നീളുന്ന വലിയ ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പ്രണയബന്ധത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഏതെങ്കിലും നാമമാത്രമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് മാത്രം ആഘോഷിക്കാനുള്ള ദിവസമാണ് യഥാർത്ഥത്തിൽ വാലന്റൈൻസിൻ്റെ ദിനങ്ങൾ എന്ന് നമ്മൾ ഓർത്തുവെക്കുക. ശാശ്വതമായ സ്വർഗത്തോളം നീണ്ടു നിൽക്കുന്ന പ്രണയാർദ്രമായ വിവാഹ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന പ്രണയത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.